പശ്ചിമേഷ്യയെ വീണ്ടും ആശങ്കയിലാഴ്ത്തി ഇറാന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ലോകത്തെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്ക് തുറക്കണം എന്നാണ് ആവശ്യം. 48 മണിക്കൂറിനുള്ളിൽ എണ്ണക്കടത്ത് പാത തുറന്നില്ല എങ്കിൽ ഇറാനെ ഇരുട്ടിലാക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇറാന്റെ ഏക ആണവ നിലയമായ ബുഷൈറിനെ ബോംബിട്ട് തകർക്കും. ഇറാന്റെ സൈനിക ശേഷി ഇതിനോടകം തന്നെ അമേരിക്ക തകർത്തു കഴിഞ്ഞതായും രാജ്യം ഇപ്പോൾ പ്രതിരോധം ഇല്ലാത്ത അവസ്ഥയിലെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന്റെ നാവിക വ്യോമസേനകൾ പൂർണ്ണമായും നിശ്ചലമായി എന്നും അവരുടെ നേതൃത്വം ഇല്ലാതായി എന്നും ട്രംപ് പറയുകയാണ്. നിശ്ചയിച്ചതിലും ആഴ്ചകൾക്ക് മുൻപേ ലക്ഷ്യം കൈവരിച്ചു എന്നാണ് വൈറ്റ് ഹൗസിന്റെയും വിലയിരുത്തൽ. എന്നാൽ യുദ്ധം അവസാന ഘട്ടത്തിലാണ് എന്ന് പറയുമ്പോഴും മേഖലയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളെയും 2500 മറീനുകളെയും അയക്കാൻ അമേരിക്ക തീരുമാനിച്ചത് ആശങ്ക ഇരട്ടിപ്പിക്കുന്നുമുണ്ട്. സംഘർഷം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധച്ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് അമേരിക്കയെ വലയ്ക്കുന്നുമുണ്ട്. ഇറാനിലെ സൈനിക നീക്കങ്ങൾക്കായി ഏകദേശം $200 ബില്യൺ അധികമായി അനുവദിക്കണം എന്നാണ് പെന്റഗൺ US കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്.